ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് മാർക്കറ്റിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ മെയിനായിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത് പവർ പാറ്റേൺ സെഗ്മെന്റ്സ് ആണ്. കാരണം മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു കൺഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പവർ പാറ്റേൺസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ സെഗ്മെന്റ് തന്നെയാണ് പവർ പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മാർക്കറ്റിന്റെ ബൈയിങ് പ്രഷർ ആണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബൈയിങ് ഏരിയയിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റിൽ ബയസ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ക്യാൻഡിൽസിൽ ഉണ്ടാകുന്ന വോളിയമാണ്. സോ ഈ ഒരു ക്യാൻഡിൽസ് വോളിയത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പവർ പാറ്റേൺ എന്നുള്ള സെഗ്മെന്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബൈയിങ്ങിന് വേണ്ടിയുള്ള കൺഫർമേഷൻസിനായിട്ട് രണ്ട് പവർ പാറ്റേൺസ് നമ്മൾ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ബുള്ളിഷ് എൻഗുൾഫിംഗ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ, രണ്ടാമത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന പാറ്റേൺ. ഈ രണ്ട് പാറ്റേൺസ് നമുക്കൊരു പർട്ടിക്കുലർ ബൈയിങ് ഏരിയയിലേക്ക് റീച്ച് ആയതിനു ശേഷം മാർക്കറ്റ് ഷോ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒബിയസ്ലി നമുക്കതറിയാം, ഒരു സ്ട്രോങ് ബൈയിങ് പ്രഷറാണ് മാർക്കറ്റ് അവിടെ നമുക്ക് ഷോ ഓഫ് ചെയ്യുന്നത്. സോ നമ്മളൊരു മാർക്കറ്റ് ഏരിയയിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ബിയറിഷ് ക്യാൻഡിലിനെ എൻഗുൾഫ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബിയറിഷ് പ്രഷറിനെ കവറപ്പ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് പ്രഷർ മാർക്കറ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമുക്ക് ബുള്ളിഷ് എൻഗുൾഫിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാറ്റേൺ കൺസെപ്റ്റ് ഉണ്ട്, അത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ഈ രണ്ട് മേജർ പാറ്റേൺസ് ആണ്, പവർ പാറ്റേൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിൽ നിന്ന് കാണാൻ പോകുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് ബൈയിങ് ഏരിയ അല്ലെങ്കിൽ മേജർ സ്ട്രോങ് ബൈയിങ് ഏരിയാസ് എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ടിങ് ഏരിയാസ് ആയിരിക്കുള്ളൂ. സോ ഇത്തരം സപ്പോർട്ടിങ് ഏരിയാസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സപ്പോർട്ടിങ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലുകളോ മോർണിംഗ് സ്റ്റാർ ക്യാൻഡിലുകളോ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സോണാണ്. സോ ഈ ഒരു സപ്പോർട്ടിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഏതെങ്കിലും നമുക്ക് കൺഫർമേഷൻസ്, അതായത് മോർണിംഗ് സ്റ്റാർ പാറ്റേണോ ബുള്ളിംഗ് എൻഗുൾഫിംഗ് പാറ്റേണോ കിട്ടിയിട്ടുണ്ടോ നോക്കാം. നമുക്ക് നോക്കാം. ഈ ഒരു കാൻഡിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെച്ചിട്ട് മാർക്കറ്റ് എന്താണ് പുഷ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഉണ്ട്. അതായത് ടു ക്യാൻഡിൽ കൺസെപ്റ്റ് ആണ് നമുക്ക് വന്നിട്ട് ബുള്ളിഷ് എൻഗുൾഫിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിയറിഷ് ക്യാൻഡിലിനെ എൻഗുൾഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്തിട്ട് കവറപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ടു ക്യാൻഡിൽസിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഷർ കീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു നല്ലൊരു ബൈയിങ് പ്രഷർ കീപ്പ് ചെയ്തതിന് ശേഷവും നമുക്ക് മാർക്കറ്റ് എന്ത് ഷോ ഓഫ് ചെയ്തിട്ടുണ്ട്, ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ, അതായത് ഒരു ബിയറിഷ് ക്യാൻഡിൽ കവറപ്പ് ചെയ്ത് എൻഗുൾഫ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നല്ലൊരു രീതിക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ പ്രഷറും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് രണ്ടും മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രോങ് ബുള്ളിഷ് കണ്ടീഷനായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാവുന്നതാകും. അതോടൊപ്പം നമുക്കൊരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാനുള്ളൊരു ഒരു മൾട്ടിപ്പിൾ കൺഫർമേഷൻ, അതൊരു ഒരു ഏരിയയിൽ നിന്നുള്ള അഡീഷണൽ കൺഫർമേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലുകളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എഗെയിൻ നമുക്ക് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു, സ്ട്രോങ് ബൈയിങ് പ്രഷറുള്ള ഏരിയ ആണെന്ന് കണ്ടു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ റീച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ നമുക്ക് എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ ഒരു പാറ്റേൺ നമുക്ക് ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ അതിനെ എൻഗുൾഫ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പമ്പ് ചെയ്ത് എഗെയിൻ മേലേക്ക് പോയിരിക്കുന്ന കണ്ടീഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലുള്ള സപ്പോർട്ടിങ് ഏരിയസിലായിരിക്കുള്ളൂ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ബുള്ളിഷ് എൻഗുൾഫിംഗ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് കാണുന്നത്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഒരിക്കലും മാർക്കറ്റിൻ്റെ ടോപ്പ് എൻഡിൽ വന്നിട്ടൊരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ എന്തെങ്കിലും ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ട്രേഡിലോട്ട് എൻ്റർ ചെയ്ത് അതൊരു മാനിപ്പുലേഷൻ ചാൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിരിക്കാം. സോ അത്തരം ഏരിയകളിലൊക്കെ ബുള്ളിഷ് എൻഗുൾഫിംഗ് കണ്ട് ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് SL ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിരിക്കുള്ളൂ. സോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മാർക്കറ്റിൻ്റെ ബോട്ടം, അതായത് ഒരു സിംഗിൾ ഓയിൽ വെച്ചായിരിക്കും മാർക്കറ്റിൽ ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലുകൾ ഫോം ചെയ്യുന്നത്. അതൊരു ട്രേഡിംഗ് കൺഫർമേഷൻ, അതൊരു ബൈയിങ്ങിനുള്ളൊരു കൺഫർമേഷനായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ സംടൈംസ് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ നോക്കാൻ പറ്റും, ഇവിടെ ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഫെയിലായി താഴേക്ക് വന്നിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഒരു ലോയിൽ വന്നുകൊണ്ട് മാത്രം നമുക്കൊരു ബുള്ളിഷ് എൻഗുൾഫിങ്ങിനെയും മോർണിംഗ് സ്റ്റാർ പാറ്റേണുകളെ കൊണ്ടും മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ട്രേഡ് ചെയ്യേണ്ട ഏരിയ, അതായത് ഒരു ബൈ ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ വന്നതിന് ശേഷമാണ് ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ ഷോ ഓഫ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിക്ക് ബൈ ട്രേഡ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫ്ലോട്ടിംഗ് ലെവലിൽ ഒരിക്കലും ബുള്ളിഷ് എൻഗുൾഫിങ്ങോ ബിയറിഷ് എൻഗുൾഫിങ്ങോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. മറിച്ച് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്ന പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് റീച്ച് ആകുമ്പോൾ അവിടെ നിന്നിട്ട് നമുക്കൊരു ബിയറിഷ് എൻഗുൾഫിംഗ് ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ആ ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും, മോർണിംഗ് സ്റ്റാർ പാറ്റേൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഫോർമേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന്.
സോ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഓൾമോസ്റ്റ് സിമിലർ ടു ബുള്ളിഷ് എൻഗൾഫിംഗ്, അതായത് ഫംഗ്ഷനിങ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, പക്ഷേ 3 ക്യാൻഡിൽ കൺസെപ്റ്റാണ്. അതായത് ബുള്ളിഷ് എൻഗൾഫിംഗ്, ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത് 2 ക്യാൻഡിൽ കൺസെപ്റ്റും നമുക്ക് വന്നിട്ട് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് പറയുന്നത് വന്നിട്ട് അല്ലെ മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ 2 പാറ്റേൺസ് ഉണ്ട്. അത് രണ്ടും വന്നിട്ട് 3 പാറ്റേൺ കൺസെപ്റ്റാണ്. നമുക്ക് എന്തായാലും വേറൊരു പേരിലും കൂടി അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ നാസ്ഡാക്കിൻ്റെ സെഗ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം എവിടെയാണ് നമുക്കൊരു മോർണിംഗ് സ്റ്റാർ ഫോർമേഷൻ ചെയ്താക്കണമെന്ന് നോക്കാം. ഒരു സെഗ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ലെറ്റ് സി നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്കൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ലൊരു ബൈയിങ് ഏരിയ റീച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും സ്വാഭാവികമായിട്ട് നമ്മളൊരു ബൈയിങ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോർഷൻ, അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ മാർക്കറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ റീച്ച് ചെയ്തു, ഇതിന് താഴെയുള്ള ലിക്വിഡിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസുകളൊക്കെ വൈപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബുള്ളിഷ് പ്രഷർ ഷോ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പമ്പിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പറ്റും. ഹൈ വോളിയം അല്ലെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഒരു നല്ലൊരു വോളിയത്തിൽ നമുക്കൊരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വോളിയം കമ്പാരിറ്റീവ്ലി ലോ ആണ്. പെർഫെക്റ്റ് മോർണിംഗ് സ്റ്റാർ എന്നൊന്നും നമുക്കിതിനെ പറയാൻ പറ്റില്ല. കാരണം മോർണിംഗ് സ്റ്റാർ പാറ്റേൺസ് എപ്പോഴും ഫോം ആവുന്നത് ടെക്നിക്കലി ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത്തരത്തിലൊരു ക്യാൻഡിൽ കണ്ടീഷനാണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത് എങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. അതായത് നമ്മൾ 2 ക്യാൻഡിൽ കൺഫർമേഷൻസും പവർ പാറ്റേൺ സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ 2 ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ട്, അതേപോലെ 3 ക്യാൻഡിൽ കൺഫർമേഷൻ ഉണ്ട്. ഇത് വന്നിട്ട് ഒരു 3 ക്യാൻഡിൽ കൺഫർമേഷൻ ലെവലാണ്. അതേപോലെ എന്നിട്ട് ഇത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ 2 ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. ഒരു പ്രോപ്പർ സപ്പോർട്ടിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രോപ്പർ ബൈയിങ് ഏരിയ റീച്ച് ആയതിനു ശേഷം ഈ ഒരു കണ്ടീഷനാണ്, അതൊരു ബിയറിഷ് ക്യാൻഡിലെ എൻഗൾഫ് ചെയ്തിട്ടാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്നൊരു കണ്ടീഷനായിട്ട് പറയും. അത് നമുക്കൊരു പവർ പാറ്റേൺ കൺസെപ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈയിങ് പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ സെഗ്മെൻറ്റ് യൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമുക്കൊരു പ്രോപ്പർ സപ്പോർട്ടിംഗ് ഏരിയയിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ബിയറിഷ് ക്യാൻഡിലെ കവറപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അതായത് സെക്കൻഡറി ക്യാൻഡിൽ വന്നിട്ട് വോളിയം കമ്പാരിറ്റീവ് ലോ ആയിരിക്കും. സോ പ്രഷറൈസ് ചെയ്യായിരിക്കും. നോർമലി താഴേക്ക് പോകണോ, അതായത് ബിയറിഷ് ആവണോ മുകളിലോട്ട് പോകണോ എന്ന് പ്രഷറൈസ് ചെയ്തതിന് ശേഷം എഗെയിൻ ഹൈ വോളിയം ഓഫ് പ്രഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, 2 ക്യാൻഡിലെയും കവറപ്പ് ചെയ്തിട്ട്, അതായത് ഈ നടുക്ക് വരുന്ന ക്യാൻഡിലിനെയും നോർമലി ഈ ഒരു ക്യാൻഡിലെ കവറപ്പ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്നുള്ള കൺസെപ്റ്റായിട്ട് വിളിക്കാം. ഇത് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ബേസ് സപ്പോർട്ട്, അതായത് ഒരു മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഏരിയയിലേക്ക് വരുന്ന കണ്ടീഷനിൽ ഒരു മാർക്കറ്റിലെ ഹൈ പ്രഷർ ഓഫ് ബൈയിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ 2 കൺസെപ്റ്റും, അതായത് 3 ക്യാൻഡിൽ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റും 2 ക്യാൻഡിൽ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റും സ്ട്രോങ് ബൈയും പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കണ്ടീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യും. ഒരു ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് നമ്മളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ താഴെയുള്ള പ്രോപ്പർ സപ്പോർട്ടിംഗ് ഏരിയയിൽ വന്നതിന് ശേഷം ഈ ഒരു കണ്ടീഷൻ ഏകദേശം സിമിലർ ടു ഈ ഒരു കണ്ടീഷൻ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു വോളിയം ഓഫ് ബൈയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഡൗണിലേക്ക് വന്നു, കാരണം എൻ്റെ മേജർ ട്രെൻഡ് ഡൗണിലോട്ട് ഓൾമോസ്റ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ നാസ് എന്ത് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴേക്ക് പോകുന്നത്. നോർമലി ഈ ഒരു കണ്ടീഷൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ബൈയിങ് പ്രഷർ ഇനീഷ്യേറ്റ് ചെയ്യുകയും നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ പറഞ്ഞ പോലെ ഇത് ബ്രേക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ, അതായത് ഈ ഒരു ലെവൽ ഓഫ് പ്രീവിയസ് സ്വിംഗ് ഹൈ, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഹൈ വന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ എഗെയിൻ ട്രെൻഡ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയേനെ. ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്യുകയും മാർക്കറ്റ് എഗെയിൻ പോയി ആ സ്വിംഗ് ഹൈ ടാപ്പ് ചെയ്തതിന് ശേഷം കൺസോൾട്ടേറ്റ് ചെയ്ത് മാർക്കറ്റ് സൈഡ് വൈസ് മാർക്കറ്റായിട്ട് തന്നെ മൂവ് ചെയ്തു. പക്ഷേ നമ്മളൊരു ബൈ കണ്ടീഷനാണ്, ഒരു പ്രോപ്പർ സപ്പോർട്ടിംഗ് ഏരിയ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മേജറായിട്ടുള്ള 2 പവർ പാറ്റേൺ സെഗ്മെൻറ്റ്സ് ആണ് ഈ ബുള്ളിഷ് എൻഗൾഫിങ്ങും അതേപോലെ തന്നെ നമ്മുടെ മോർണിംഗ് സ്റ്റാർ പാറ്റേണും. സോ ഇതേപോലുള്ള നമുക്ക് ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ടും ആസ് എ നിങ്ങളുടെ ട്രേഡിങ് ജേർണി കുറച്ചും കൂടി ഈസി ആക്കാനുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. സോ ബൈ.